അസ്സലാമു അലൈക്കും കുട്ടികളെ. മൂന്നാം ക്ലാസ്സിലെ രണ്ടാം പാട്ട് നാലാമത്തെ പാഠം അല്ലേ? ഒരു പാട്ടാണ്, ഒരു ബൈത്ത്. ആ ബൈത്തിന്റെ അർത്ഥം ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പൊ നോക്കാം. അദ്ദർസു റാബിഉ, നാലാമത്തെ പാഠം. മർഹൻ മർഹൻ, ആനന്ദം ആനന്ദം നാട്ടോ അതിന്റെ അർത്ഥം. നോക്കിയോളിട്ടോ. ഹബ്ബതിഹു സാറൽ മുസ്നു ഖബലൽ മതരി മഅൽ ഇൻദാർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഹബ്ബതിഹു, കാറ്റ് അടിച്ചു വീശി, സാറൽ മുസ്നു, മേഘം സഞ്ചരിച്ചു, ഖബലൽ മതരി മഅൽ ഇൻദാർ എന്ന് പറഞ്ഞാല് മുന്നറിയിപ്പോട് കൂടെ മഴയ്ക്ക് മുമ്പേ മേഘം സഞ്ചരിച്ചു, കാറ്റ് അടിച്ചു വീശി. രണ്ടാമത്തേതോ ബറഖൽ ബറഖു സാഹൽ റഅദു നസലൽ മതറു അലാ ദിയാർ എന്ന് പറഞ്ഞാലോ ബറഖൽ ബർഖു, മിന്നൽ മിന്നി, സ്വാഹർ റഅദു, ഇടികൾ വെട്ടി, നസലൽ മതറു അലാ ദിയാർ, വീടുകളിൽ മഴ പെയ്തു. അടുത്തതോ റഖസ സഹറു മാലൽ ഹുസ്നു ത്വാറത് ത്വയ്റു അലൽ അഷ്ജാർ. റഖസ സഹറു, പൂവ് നൃത്തം ചെയ്തു, മാലൽ ഹുസ്നു, കൊമ്പ് ചാഞ്ഞു, ത്വാറത് ത്വയ്റു, പക്ഷികൾ പറന്നു, അലൽ അഷ്ജാർ, മരത്തിന്റെ മേൽ, മരത്തിലേക്ക് പക്ഷികൾ പറന്നു, അതുപോലെ തന്നെ കൊമ്പ് ചാഞ്ഞു, അതുപോലെ തന്നെ പൂക്കൾ എന്ത് ചെയ്തു? നൃത്തം ചെയ്തു. മറഹൻ 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 സാല സഖഫു ഇലൻ ഹിദാർ. മറഹൻ മറഹൻ, ആനന്ദം ആനന്ദം, മറഹൻ മറഹൻ, ആനന്ദം ആനന്ദം, സാല സഖഫു ഇലൻ ഹിദാർ, മേൽക്കൂര താഴേക്കൊഴുകി. നെക്സ്റ്റ് മല അൽ ബുസ്താൻ റബത്തിൽ അർളു മറഹൻ സാല ഫിനാഉദ്ദാരി. മല അൽ ബുസ്താൻ, പൂന്തോട്ടം നിറഞ്ഞു, റബത്തിൽ അർളു, ഭൂമി വികസിച്ചു, മറഹൻ സാല ഫിനാഉദ്ദാരി, മറഹൻ ആനന്ദം, സാല ഫിനാഉദ്ദാരി, വീടിന്റെ മുറ്റം നിറഞ്ഞൊഴുകി, വീടിന്റെ മുറ്റം നിറഞ്ഞൊഴുകി. അടുത്തതോ മല അൽ ബിറു മല അൽ ഹഖ്ലു മല അൽ ഖൽബു ബിസ്തിബ്ശാരി. മല അൽ ബിറു എന്ന് പറഞ്ഞാല് കിണർ നിറഞ്ഞൊഴുകി, മല അൽ ഹഖ്ലു, വയൽ നിറഞ്ഞു, മല അൽ ഖൽബു ബിസ്തിബ്ശാരി, അതുപോലെ തന്നെ സന്തോഷം കൊണ്ട് ഖൽബ് നിറഞ്ഞു. ഖൽബ് പറഞ്ഞാല് സന്തോഷം കൊണ്ട് ഹൃദയം നിറഞ്ഞു. സാലൽ ജബലു മല അൽ വാദി ഫാലൻ നഹ്റു ഇലൽ അബ്ഹാർ. സാലൽ ജബലു, മലകൾ ഒഴുകി, മല അൽ വാദി, താഴ്വര നിറഞ്ഞു, ഫാലൻ നഹ്റു ഇലൽ അബ്ഹാർ, പുഴകൾ കടലിലേക്ക് ഒഴുകി, പുഴകളെ കടലിലേക്ക് ഒഴുകുകയും താഴ്വര നിറയുകയും അതുപോലെ തന്നെ മലകളൊക്കെ ഒഴുകുകയും ചെയ്തു. നെക്സ്റ്റോ റഫഉ ദിക്റ വൽ അദ്ഇയത ഹംദൻ ശുക്റൻ ലിൽ ഗഫാരി. റഫഉ ദിക്റ വൽ അദ്ഇയ, അവർ ദിക്റുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി, ഹംദൻ ശുക്റൻ ലിൽ ഗഫാരി എന്ന് പറഞ്ഞാല് എല്ലാം പൊറുക്കുന്ന അല്ലാഹുവിലേക്ക് ശുക്റും ഹംദും ദിക്റും ഒക്കെ ചെയ്ത് അവരെന്ത് ചെയ്തു? കൈകൾ ഉയർത്തി. ഇതാണ് ഈ പാഠത്തിന്റെ ബൈത്തിന്റെ അർത്ഥം സഹിതം. അപ്പൊ എല്ലാവരും പഠിക്കല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.